ഹലോ ഗൈസ്, എല്ലാവർക്കും അച്ചൂസ് ആലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ കണ്ടൻറ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അത് കണ്ടൻറ്റ് മനസ്സിലായി. സെൽഫ് ലവിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് കേട്ടോ, അല്ലെങ്കിൽ ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, ഇത് വീഡിയോ ഞാൻ പറയുന്നതിന് മുമ്പ്, കണ്ടൻറ്റ് ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളും അല്ലെ എനിക്ക് കിട്ടിയ കുറേ അറിവും മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളും ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ ഒബ്ജെക്ഷൻസും ഉണ്ടാവും. ചിലർക്ക് അംഗീകരിക്കാം, ചിലർക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ സോറി, ഞാൻ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ അനുഭവത്തിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ അതും നിങ്ങൾ ഓരോരുത്തരും അത് എടുക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചാണ് അത് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ലാഗില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സെൽഫ് ലവ് എന്താണ്? സെൽഫ് ലവ് അല്ലേ? അതിനു മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളടുത്ത് പെട്ടെന്നൊന്ന് ചോദിക്കാൻ, സുഖമാണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സുഖമാണോടാ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക? സുഖമാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്, സുഖമാണ് എന്നല്ലേ. അതിൽ എത്ര പേര് സത്യസന്ധമായി മറുപടി പറഞ്ഞിട്ടുണ്ട്? നിങ്ങളിൽ എത്ര പേര് സത്യസന്ധമായി മറുപടി പറഞ്ഞാണ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 60-70% ആൾക്കാർ അത് കള്ളമായിരിക്കും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മളത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സങ്കടമായിട്ടും നമ്മൾ പോയി. എന്നാൽ പോലും ഒരാൾ വന്ന് നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? സുഖമാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്. അതിൻ്റെ അടുത്ത നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരിക്കും, അത് എന്താ നമ്മളെല്ലാ സങ്കടവും എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളെ സ്ട്രെസ്ഡ് ലൈഫ് നമ്മളിങ്ങനെ നെഗറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞു നമുക്ക് അതിനെ നമ്മളൊന്ന് ഒരു പരിധി വരെ നമുക്കൊരു ഹാപ്പിയസ്റ്റ് ലൈഫാക്കി മാറ്റാൻ പറ്റും. സീരിയസ്ലി ഞാൻ പറയും. പിന്നെ എന്താണ് ഈ സെൽഫ് ലവ്? ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് ധിക്കാരിയായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അവൾ തോന്നിയ ദിവസം പോലെ നടക്കുന്ന, അല്ലെങ്കിൽ ആരും പറയണ കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങ് ജീവിക്കണം, ആരെയും അത് വകവയ്ക്കാതെ, അതിനെ ഒന്നുമല്ല നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത്. എൻ്റെ വ്യൂവിൽ അതാണ് കേട്ടോ. നമുക്ക് എന്താണോ നമുക്ക് നമ്മളെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മളത് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു, അതിനെ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയാം, ഇല്ലേ? ഇനി നമുക്ക് ഇതിനെ വേണം. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഒരു 5 ടിപ്സായിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു എങ്ങനെ നമുക്ക് ഈ സെൽഫ് ലവ് നമ്മളെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മെയിൻലി ഒരു 5 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുന്നേ ഉള്ളൂ. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ സെറ്റ് ബൗണ്ടറീസ് എന്നാണ് കേട്ടോ. സെറ്റ് ബൗണ്ടറീസ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓവർ ടൈം ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ നമ്മളെ കണ്ണിനെ നന്നായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എത്ര പേരുണ്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 2 മണിക്കൂറിന് മുമ്പ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, TV സ്ക്രീൻ എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? വളരെ ചുരുക്കമായിരിക്കും അല്ലേ? ഇല്ലാത്തവരില്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ അതിനോട്ടുള്ളൂ. ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തിനെ ബാധിക്കും, നമ്മൾ പാവം കണ്ണുകൾക്ക് ബാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളത് കട്ട് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കട്ട് ഓഫ് ചെയ്യാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ഹൈജീൻ, ഒരു നല്ലൊരു റൊട്ടീൻ ഫോളോ ചെയ്യണം ഡേ ടു ഡേ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓഫീസ് ടൈം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ റൂമിൽ ഫുൾ അലങ്കോലമായിട്ട് വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് നമ്മളെ മനസ്സ് പോലെയാണ്, അത് മൈൻഡ് പോലെയാണ്. മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ഓഫ് തോട്ട്സും കാര്യങ്ങളും, ഭയങ്കര സ്ട്രെസ്ഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മളിപ്പം വരുമ്പോൾ നമ്മളെ റൂം ഫുൾ ക്ലീൻ, നല്ല ഒരു കാം അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടും. അത് ശരിക്കും അത് ഫീൽ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ. അങ്ങനൊരു ഇത് ഉണ്ടാവും ഒരിക്കൽ
ഫുൾ ടൈം ഉണ്ടാകും. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് അഡ്വൈസാണ്, നിങ്ങൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ഓഫീസ് വർക്ക് നമ്മൾ വീണ്ടും റീലോഡ് ചെയ്യരുത്. കഴിവതും നിങ്ങൾക്ക് പറയുന്ന അല്ലാത്ത കാണുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, മാക്സിമം നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓഫീസ് ടൈം കഴിഞ്ഞാൽ ബാക്കിയുള്ള അടുത്ത ടൈം മിനിറ്റ് തൊട്ട് നിങ്ങളുടെ ടൈമാണ്, നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യം. നിങ്ങൾക്കിനി അടുത്ത എന്ത് സന്തോഷം കിട്ടുന്നോ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട, നിങ്ങളെ കെയർ ചെയ്യേണ്ട സമയമാണ്. അത് നിങ്ങൾ മറ്റുള്ളത് ഇത് വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രാവിലെ നമ്മളൊന്ന് എണീക്കുക, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, നമുക്ക് ബോഡിക്ക് വേണ്ട എന്താണോ ഒരു കെയറിങ് അത് കൊടുക്കുക. നമ്മൾ കഴിവ് നല്ല പ്രോട്ടീൻസ്, കാലറീസ് ഇൻടേക്ക് ചെയ്യുക, നല്ല ഒരു വർക്കിൽ ചെയ്യുക. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് ഹാപ്പിയോടെ ചെയ്യുക. ഹാപ്പിനെസ് കിട്ടാത്ത വർക്ക് നമ്മൾ ചില സമയത്ത് ചില ആൾക്കാർക്ക് ചെയ്യേണ്ടി വരും സാഹചര്യം അനുസരിച്ച്. പക്ഷെ മാക്സിമം നമ്മൾ ചെയ്യുന്ന വർക്ക് ഇഷ്ടത്തോടെ ചെയ്യുക എന്താണെങ്കിലും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ കഴിവതും ഈ ഓരോരോ പുതിയ അപ്ഡേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നോളജ് ഈ പഠിച്ചു കഴിഞ്ഞാൽ ആ വർക്കിൻ്റെ ബേസിസിൽ അങ്ങ് പോകണം, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും ബ്രെയിൻ ഇങ്ങനെ നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോരോ നോളജ് അല്ലെങ്കിൽ പുതിയ അപ്ഡേഷൻ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ മനുഷ്യരല്ല, നമുക്ക് മനുഷ്യന്മാരാണ്, നമ്മൾ ഭയങ്കര ജീനിയസ് എന്നാണ് പറയുന്നത് അല്ലേ. ഓരോരുത്തരും ഓരോ തരത്തിൽ ജീനിയസാണ്. അപ്പം നമ്മളെപ്പോഴും അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയാം, ഫോർഗീവ് യുവർ സെൽഫ്, അല്ലെങ്കിൽ അക്സെപ്റ്റ് യുവർ വീക്ക്നെസ് എന്ന് ഞാൻ പറയും കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഓരോ വീക്ക്നെസ് ഉണ്ടാക്കാം. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതായിരിക്കും, അങ്ങനെ പല വീക്ക്നെസ്സും ഉണ്ടാകും. അത് എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് നമ്മളത് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഏറ്റവും അതാണ്. ആദ്യം നമുക്ക് എന്താണ് കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒരിക്കൽ പോലും നമ്മളത് ബ്ലെയിം ചെയ്യരുത്. നമുക്ക് ഇന്ന വീക്ക്നെസ്സാണ്, ഇന്ന ക്യാരക്ടറുണ്ട്, അത് നമ്മൾ ഒരു പോസിറ്റിവിറ്റിയിൽ നമ്മൾ പെരുമാറാൻ ശ്രമിക്കണം. നമ്മളെന്താണ് ഒരിക്കലും നമ്മളെ ബ്ലെയിം ചെയ്യരുത്. ഇപ്പം നമ്മൾ ഒരിടത്ത് ചെന്ന് പറയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ എന്തിങ്ങനെ ചെയ്തത്. ശരി, നമ്മളത് ചെയ്തു പോയി, ചിലപ്പോൾ അത് തെറ്റ് ചെയ്തതായിരിക്കും. ശരി, നമ്മളുടെ അടുത്ത് തന്നെ ക്ഷമിക്കണം. നമുക്കിപ്പം മറ്റൊരാൾ തെറ്റി നമ്മളുടെ അടുത്ത് ഇത് ചെയ്യുമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുമായിരിക്കാം. മറ്റുള്ളവരുടെ അടുത്ത് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ അടുത്ത് ക്ഷമിക്കാൻ പറ്റില്ല? നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്ത് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തരുത്. നമ്മളെപ്പോഴും ശരി, എനിക്കത് സംഭവിച്ചു, ഓക്കെയാണ്, അത് കഴിഞ്ഞു, ഇനി അത് ആവർത്തിക്കാം, അല്ലെങ്കിൽ ഞാനത് ചെയ്തത് തെറ്റാണ്, അത് ഇനി ഞാൻ ചെയ്യില്ല, ഇനി അങ്ങോട്ട് ചെയ്യില്ല, മാറ്റി ചിന്തിക്കാം എന്ന് വെച്ചാൽ നമ്മളൊരു പോസിറ്റിവിറ്റി ആയിട്ട് തിങ്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അതായിരിക്കും രണ്ടാമത്തെ ഗോൾ ഞാൻ പറഞ്ഞത്. ഒരിക്കലും മറ്റുള്ളവർ ചെയ്തത് വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്ത് അങ്ങനെയൊന്നും നമ്മൾ ബ്ലെയിം ചെയ്യുക, നമ്മൾ മോശക്കാരിയാണെന്ന് ഒരിക്കലും നമ്മൾ പറയാം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡിഫറെൻ്റ് ആണ്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് കഴിവുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിവുള്ളതാണ്. ആദ്യം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടിപ്പാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇത് സെൽഫ് കെയർ എന്ന ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് ഇല്ലേ. ഞാൻ പറയും, ഈ കാണുന്നതിൽ ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടവരുണ്ടോ? ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടവർ, ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറി ചായ കുടിച്ചവരുണ്ട്. ഞാനൊരു റീലി കണ്ടതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തവരാണെങ്കിൽ യു ആർ ലക്കി മാൻ. സീരിയസ്ലി, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സണാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഇത് കൂടുതലാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതാണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ, ശരിക്കും നല്ലതാണ്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞ് മറ്റുള്ള ഫ്രണ്ട്സ് ഇല്ലാതിരിക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ കോൺഫിഡൻസോടെ സംസാരിക്കാനും നമ്മളെ തന്നെ ഒരു കോൺഫിഡൻസോടെ നിൽക്കാൻ നമുക്ക് പറ്റണം. സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യണം, നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യണം ഇല്ലേ. ചിലപ്പം ഫേഷ്യൽ കെയർ ആയിരിക്കാം, നമ്മളെ ബോഡി കെയർ ആയിരിക്കാം, വാട്ടെവർ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ വീക്ക്നെസ്, നിങ്ങൾക്കിപ്പോൾ എന്താണോ നമ്മളെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുക. ചിലപ്പോൾ നമുക്ക് മുടിക്ക്, ഹെയറിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, ബ്യൂട്ടി ടിപ്സ് ഫുൾ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ നമ്മളത് കൊടുക്കാം. പിന്നെ അതിപ്പോൾ നമ്മളെ ഹെൽത്ത്, നമ്മളെ ബോഡി ഹെൽത്ത് പോലെ തന്നെയാണ് നമ്മളെ മൈൻഡും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എപ്പോഴും നമ്മളൊരു വർക്ക് പ്രഷർ, ഓഫീസ് അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ചിൽ ഔട്ട് ചെയ്യാനും നമ്മൾ സ്വന്തമായിട്ട് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോകുന്നതാണെങ്കിൽ ഇത് ചെയ്യണം. എപ്പോഴും ഒന്ന് ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണ് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് നമ്മളെ ഇഷ്ടപ്പെടണം. നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മളിങ്ങനെയായിരിക്കും, നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്, ഇങ്ങനെ രീതിയിൽ നമ്മളെ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളൊരു മന്ത്ലി ആണെങ്കിലും വീക്ക്ലി ആണെങ്കിലും ഒരു സെൽഫ് കെയർ ഡേ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സെൽഫ് എൻ്റർടൈൻമെൻറ്റ് ഡേ കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മന്ത്ലി വീക്ക്ലി ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സെൽഫ് ലവിൻ്റെ കേസസിൽ നമ്മളെ നോക്കണം എന്ന് പറഞ്ഞ് വീട്ടുകാരെ നോക്കരുത്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു കറക്റ്റ് ഫോളോ അപ്പിൽ ഫാമിലിക്കും ടൈം കൊടുക്കണം. അത് അവർക്കൊരു സന്തോഷം. നമ്മളെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടൈം ഡെഫിനറ്റ്ലി കൊടുത്തിരിക്കണം. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ, നമ്മളെ കാത്തായിരിക്കും അവരിയ്ക്കുന്നത്. അപ്പോൾ അവർക്കും നമ്മൾ ഡെഫിനറ്റ്ലി ടൈം കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതെല്ലാം കൊടുക്കുമ്പോൾ സമയം ഉണ്ടോയെന്ന് നിങ്ങൾ പലരും ചോദിക്കും. നമ്മളതിൽ കണ്ടെത്തി നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മളത് സക്സസ്ഫുൾ ആവുന്നത്. അത് ഇനി 4ാമത്തെ ടിപ്പാണ് ഗോൾസ് അല്ലെങ്കിൽ എയിംസ്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യങ്ങളും അല്ലേ. നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അതല്ല, നമുക്കിനിയും ജീവിതത്തിൽ ഉള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കറക്റ്റ് നമ്മൾ എന്ത് എയിമിലാണ് എത്തിച്ചേരണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഗോൾസ് ഫോക്കസ് ചെയ്യണം, നമുക്ക് എന്താണ് എത്തിച്ചേരണം, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യണം. പിന്നെ ഒരിക്കലും മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പാരിസൺ, അല്ലെങ്കിൽ അവൻ ഇന്ന പ്രൊഫൈലിലായി, അല്ലെങ്കിൽ ഇവൾ അങ്ങനെയായി, അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചു നമ്മളെന്താണോ നമ്മൾ ആ ഒരു വേയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്. സീരിയസ്ലി നമ്മൾ സ്കാർസ് ടു ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഇല്ലേ പാട്ടില്ലേ, സോങ്ങില്ലേ, അതിൽ പറയും പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഏത് വേ ആണോ അതിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്. സീരിയസ്ലി ഒരിക്കലും നമ്മൾ കമ്പാരിസൺ ചെയ്യില്ല. അവൾ അങ്ങനെ ആയോ, എനിക്കായില്ല, അവനായില്ല. നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു ലക്ഷ്യം വേണം. നമുക്ക് എന്ത് ആണ് ചെയ്യുക ഹാപ്പിനെസ് ആവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇനി ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഗോൾസ് സെറ്റ് ചെയ്ത് മൂവ് ചെയ്യണം. നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ, എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ നമ്മൾ ഡയറി എഴുതി കഴിഞ്ഞിട്ട് എത്രത്തോളം അത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുറച്ച് ഡെയിലി ഹാബിറ്റ്സും സെറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് ഗോൾസ് അല്ലെങ്കിൽ എയിംസും സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഡയറി അന്നത്തെ വിശേഷങ്ങൾ ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് പേജ് അല്ലെങ്കിൽ നിയർ ബൈ പേജിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്ഷൻ ഡെയിലി ഹാബിറ്റ്സ്, ഇപ്പോഴത്തെ സെക്ഷൻ ഗോൾസ്. നമ്മൾ ഡെയിലി നമ്മളെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമ്പർ ഇട്ട് എഴുതണം. അതിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ അത് ബൂസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ലക്ഷ്യബോധത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഡെയിലി ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ഇന്നത് ആവണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തോട്ട് ഇന്ന് സമയം കിട്ടില്ല, നാളെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. സീരിയസ്ലി നമ്മൾ ചെയ്യാം, ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല, നാളെ ചെയ്യും. പക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. നാളത്തേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ പൊയ്ക്കൊണ്ടിരിക്കും. അതിന് നമ്മളെ അമ്മമാരൊക്കെ പറയുന്നത് നാളെ നീളം. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഡെയിലി ഹാബിറ്റ്സ്, നമുക്ക് ഇന്ന ഡെയിലി ഹാബിറ്റ്സ് ചെയ്യണമെന്നാണ് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഡെയിലി ഹാബിറ്റ്സ് എഴുതണം. ഇപ്പോഴത്തെ ഗോൾസ് ഓർ എയിംസ് എഴുതണം. നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ എൻ്റർ ചെയ്യണം. അതിൽ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്ന് ടിക്ക് ചെയ്യണം. ഗോൾസ് എയിംസ് എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഡെയിലി അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ഈ ടിപ്പിൽ പറയുന്നത് കേട്ടോ. ഇനി 4ാമത്തെ ടിപ്പാണ് ഗോൾസ് അല്ലെങ്കിൽ എയിംസ്. നമ്മളെ ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യങ്ങളും അല്ലേ. നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അതല്ല, നമുക്കിനിയും ജീവിതത്തിൽ ഉള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കറക്റ്റ് നമ്മൾ എന്ത് എയിമിലാണ് എത്തിച്ചേരണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഗോൾസ് ഫോക്കസ് ചെയ്യണം, നമുക്ക് എന്താണ് എത്തിച്ചേരണം, അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്യണം. പിന്നെ ഒരിക്കലും
മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ കമ്പാരിസൺ, അല്ലെങ്കിൽ അവൻ നേടി, അവൻ ഇന്ന പ്രൊഫൈലിലായി, അല്ലെങ്കിൽ ഇവൾ അങ്ങനെയായി, അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചു. നമ്മൾ എന്താണോ നമ്മൾ ആ ഒരു വേയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്. സീരിയസ്ലി നമ്മൾ സ്കാർസ് ടു ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ഇല്ലേ പാട്ടില്ലേ, സോങ്ങില്ലേ, അതിൽ പറയും പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഏത് വേ ആണോ അതിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആണ്. സീരിയസ്ലി ഒരിക്കലും നമ്മൾ കമ്പാരിസൺ ചെയ്യില്ല. അവൾ അങ്ങനെ ആയോ, എനിക്കായില്ല, അവനായില്ല. നമ്മൾ അങ്ങനെയല്ല. നമുക്കൊരു ലക്ഷ്യം വേണം. നമുക്ക് എന്ത് ആണ് ചെയ്യുക ഹാപ്പിനെസ് ആവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇനി ലക്ഷ്യങ്ങളുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഗോൾസ് സെറ്റ് ചെയ്ത് മൂവ് ചെയ്യണം. നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ, എൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ഡയറി എഴുതുന്നവരാണെങ്കിൽ നമ്മൾ ഡയറി എഴുതി കഴിഞ്ഞിട്ട് എത്രത്തോളം അത് എനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുറച്ച് ഡെയിലി ഹാബിറ്റ്സും സെറ്റ് ചെയ്യണം. നമ്മൾ കുറച്ച് ഗോൾസ് അല്ലെങ്കിൽ എയിംസും സെറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡയറി അന്നത്തെ വിശേഷങ്ങൾ എഴുതും. ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നെക്സ്റ്റ് പേജ് അല്ലെങ്കിൽ നിയർ ബൈ പേജിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെക്ഷൻ ഡെയിലി ഹാബിറ്റ്സ്, ഇപ്പോഴത്തെ സെക്ഷൻ ഗോൾസ്. നമ്മൾ ഡെയിലി നമ്മളെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമ്പർ ഇട്ട് എഴുതണം. അതിന് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിൽ അത് ബൂസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ലക്ഷ്യബോധത്തിലൂടെയാണ് നമ്മൾ നടക്കുന്നതെന്ന് നമുക്ക് തന്നെ ഡെയിലി ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ഇന്നത് ആവണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ആ ലക്ഷ്യത്തോട്ട് ഇന്ന് സമയം കിട്ടില്ല, നാളെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രഷ്യസ് ആണ്. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. സീരിയസ്ലി നമ്മൾ ചെയ്യാം, ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല, നാളെ ചെയ്യും. പക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. നാളത്തേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ പൊയ്ക്കൊണ്ടിരിക്കും. അതിന് നമ്മളെ അമ്മമാരൊക്കെ പറയുന്നത് നാളെ നീളം. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഡെയിലി ഹാബിറ്റ്സ്, നമുക്ക് ഇന്ന ഡെയിലി ഹാബിറ്റ്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഡെയിലി ഹാബിറ്റ്സ് എഴുതണം. ഇപ്പോഴത്തെ ഗോൾസ് ഓർ എയിംസ് എഴുതണം. നമ്മൾ ഡെയിലി ഹാബിറ്റ്സ് നമ്മൾ ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ എൻ്റർ ചെയ്യണം. അതിൽ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഒന്ന് ടിക്ക് ചെയ്യണം. ഗോൾസ് എയിംസും എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മൾ ഡെയിലി അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ഈ ടിപ്പിൽ പറയുന്നത്. 5ാമത്തെ ടിപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും എൻ്റെ അടുത്ത് വന്നിരുന്നു പറയും, എടീ വയ്യ, ഭയങ്കര ബോർ ലൈഫ്, പറ്റണില്ല, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, എന്ത് ലൈഫ് എനിക്ക് തോന്നുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെക്കാട്ടിയും എന്തുമാത്രം ജീവിതത്തിലോട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. RCC പേഷ്യൻസ്, അല്ല നമ്മളെ ജീവിക്കണേക്കാട്ടിയും ജീവിക്കാൻ പറ്റാത്ത ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, വല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എത്ര ലക്കി ആൾക്കാരാണ് അല്ലേ. നമ്മളൊക്കെ അവരെന്ത് ഇതിലാണ് സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ ഇപ്പം കാല് വയ്യാത്ത ആൾക്കാർ, ഒന്ന് നടക്കാൻ കൊതിക്കുന്നു അല്ലേ. ഇപ്പോൾ കണ്ണ് കണ്ടുകൂടാത്ത ആൾക്കാർ, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അവർക്ക് അവരുടേതായ വേറെ കഴിവുകളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷെ അവരെയൊക്കെ സംബന്ധിച്ചെടുത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് എന്ത് വലുതാണെന്ന് നമുക്ക് അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യാനോ ഒന്നിനും പാടില്ല. നമ്മൾ എന്താണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ നല്ലതാണ്, നമ്മൾ സൂപ്പറാണ്, ഇടയോ നമ്മൾ സൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ പ്രശ്നങ്ങൾ വരും, അത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യരുത്. നമ്മൾ എന്തുണ്ടോ അത് ഫ്ലോ. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് കടന്നു പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ അപ്പോൾ ഇഷ്ടം തോന്നുന്നത്. എനിക്ക് സ്ട്രെസ്സ് എന്തെങ്കിലും വരുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് തോന്നുന്നു, ഞാൻ മ്യൂസിക് കേൾക്കുന്ന ആളാണ് കേട്ടോ. എനിക്ക് പാട്ട് ബെസ്റ്റ് ഹീലറാണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അത് അറിയില്ല. നിങ്ങൾക്ക് എന്താണോ അതിൽ എവിടെയാണോ ഓക്കെ ആവുന്നത് അത് നിങ്ങൾ ചെയ്യും. എനിക്ക് പാട്ട് കേട്ട് അല്ലെങ്കിൽ 2-3 മൂവീസ് കണ്ടാൽ എനിക്ക് ഓക്കെ ആവും, ഞാൻ ഓക്കെ ആവും, ഞാൻ സെൽഫായിട്ട്. പിന്നെ ഒരിക്കൽ പോലും മറ്റൊരാളടുത്ത് നമ്മളിതൊക്കെ പറഞ്ഞ് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നടക്കില്ല. അവർ കേട്ടിരിക്കുമെന്നല്ലാതെ നമ്മൾ ശുശ്രൂഷിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ സെൽഫായിട്ട് നമ്മൾ ഓക്കെ ആവാൻ നമുക്കേ പറ്റൂ. നമുക്കിപ്പം ഡിപ്രസ്ഡ് ആണ് സ്റ്റേജ് ആണെങ്കിൽ നമുക്കേ അത് തിരിച്ചറിഞ്ഞ് വരും. ഒരു പരിധിവരെ വീട്ടുകാർ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, പക്ഷെ നമുക്ക് മാത്രമേ അതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് പറ്റുള്ളൂ. ഇനി ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒന്ന് ചുരുക്കി ഓടിച്ച് പറഞ്ഞിട്ടുണ്ടാകും.
നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞ് ജീവിക്കുക, അടിച്ച് പൊളിച്ച് ജീവിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, സീരിയസ് ആയിട്ട് പറയാം, ലൈഫ് ഒന്നേ ഉള്ളൂ. നമുക്ക് ഈ പ്രായം കാണൂല, കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നാളെ എന്തെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനൊരു കാര്യം പറയാം, ഇപ്പം എന്താണോ അത് അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കുക. വേറെ ഒന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് മനസ്സിന് തോന്നുന്ന എന്തോ നിങ്ങളത് ചെയ്യുക, കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ബിക്കോസ് എന്താ പറയുന്നത്, അതിന് നമ്മൾ കരാട്ടെ, ബോക്സിങ് ചാമ്പ്യൻ അങ്ങനെയൊന്നും പഠിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കോൺഫിഡൻസോടെ സംസാരിക്കാൻ പഠിച്ചാൽ മാത്രം മതി. നമ്മൾ എവിടെ നിന്നാലും ചങ്കൂറ്റത്തോടെ നിൽക്കാൻ പറ്റണം. നിന്നാൽ പറ്റുമെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കുറവ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഹാപ്പിനെസ് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ബാക്കി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കാതെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അയ്യോ ഞാനിങ്ങനെ നടന്നാൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ, അതൊന്നും കാര്യമില്ല. നിങ്ങളത് കംഫർട്ടാണോ നിങ്ങളത് നടക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ അത് കംഫർട്ടാണോ എന്നാൽ നിങ്ങൾ നടക്കുക, ഡു ഇറ്റ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുക, കാരണം ഇവരാരും നമ്മൾ വീണ് കിടന്നാലും ഒന്നും വരില്ല. അതുകൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കാനല്ല നമ്മൾ ജീവിക്കണം. നമുക്ക് എന്താണോ ഇഷ്ടം തോന്നുന്നത് നമ്മൾ പക്ഷേ കംഫർട്ടായിരിക്കണം അതിൽ, കേട്ടോ. നമുക്കതിൽ നിന്ന് ഒരു സ്ട്രെസ്സോ ഒരു നെഗറ്റിവിറ്റിയോ വരാനും പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതായിട്ട് എന്തും ചിന്തിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ നോക്കുക. പിന്നെ അച്ഛനും അമ്മമാർ അവർ ഒരു സപ്പോർട്ട് വലുത് തന്നെയാണ്. പിന്നെ നമ്മുടെ മക്കളെ സപ്പോർട്ടും നമുക്ക് വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ അത് പറയും, കേട്ടോ. മക്കൾ നമുക്കൊരു ഇത് തരികയാണെങ്കിൽ, മോട്ടിവേഷൻ തരികയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, കേട്ടോ. പിന്നെ ഫാമിലിക്കും നിങ്ങൾ സമയം കൊടുക്കണം, കുട്ടികൾക്കും സമയം കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മൾ മൊബൈൽ ഫോൺ കട്ട് ഓഫ് ചെയ്തിട്ട് കുട്ടികളുണ്ടെങ്കിൽ പോയി അവരോട് ഇരിക്കണോ, അവരോട് കളിക്ക്. അവർ ട്രെയിൻ ഉണ്ടാക്കുമ്പോൾ നമുക്കും ട്രെയിൻ ഉണ്ടാക്കാം. അവർ പേപ്പറിൽ വെച്ച് എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കും കൂടെ ഉണ്ടാക്കാം. അവരെ കൂടെ എൻഗേജ് ചെയ്യാം, അവരോട് ഇത് ചെയ്യും. അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നതാണ്, കേട്ടോ. അത് ഞാനിവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ബാക്കിയെല്ലാം മറക്കുക. നിങ്ങളൊരു നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. രാവിലെ എണീറ്റ് ദൈവത്തെ പ്രാർത്ഥിച്ച്, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എണീക്കുന്ന ഒരാളാണ്, കേട്ടോ. പ്രാർത്ഥിച്ച് എണീക്കുക. നിങ്ങൾക്ക് ബോഡിക്ക് വേണ്ട എക്സസൈസ്, മെഡിറ്റേഷൻസ് എല്ലാം കൊടുക്കുക. വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് വന്നിട്ട് നിങ്ങൾ എന്താണോ ഹോബീസ് അതൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ ഇഷ്ടം അവിടെ പോവുക. നിങ്ങൾ നന്നായിട്ട് ജേർണൽസ് എഴുതുക, ഡയറി എഴുതുക. പിന്നെ ഗോൾസ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എപ്പോഴും നമ്മളെ ബ്രെയിനിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റിവിറ്റീസ് ഒക്കെ മറക്കുക. നിങ്ങൾക്ക് എന്താണോ ഹാപ്പി അത് മാത്രം ചെയ്യാൻ നോക്കുക. മറ്റുള്ളവർക്കും ഹാപ്പിനെസ് കുറച്ച് കൊടുക്കുക. അത് നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മളെ ചുറ്റും ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ഫോളോ അപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇതെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. എനിക്ക് മാറ്റമുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത്, നിങ്ങൾക്കും അത് മാറ്റം വരും. അതുകൊണ്ട് എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക. സെൽഫ് ലവ് യുവർ സെൽഫ്. എല്ലാവരും പൊളിയായിട്ടിരിക്കുക. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അടിച്ചു പൊളിച്ചാലോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.